സാംസങ്ങിന്റെ സാംസങ് S25 എഡ്ജ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 1,10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S25 എഡ്ജ് എന്ന സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചിന്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ക്വാഡ് HD റെസൊല്യൂഷൻ വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. പിന്നെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2600 നിറ്റ്സ് ആണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് സെറാമിക് 2ന്റെ പ്രൊട്ടക്ഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ക്വാഡ് HD റെസൊല്യൂഷനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം സാംസങ് S25+ എന്ന സ്മാർട്ട് ഫോണിലും ഇതേ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പം പ്രൊട്ടക്ഷന്റെ കാര്യത്തിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കി ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലൊരു IP റേറ്റിംഗ് ആണ്. പിന്നെ ഈ ഫോണിന്റെ ടൈറ്റാനിയം സിൽവർ അതുപോലെ തന്നെ ടൈറ്റാനിയം ജെറ്റ് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ ഇതിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സാംസങ് S25+ എന്ന സ്മാർട്ട് ഫോണിലും ഇതേ സെയിം പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 12 GB റാമും 256 GB ഇന്റേണലുമാണ് വരുന്നത്. 12 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR5Xന്റെ റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. NFC സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 7 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 7 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. വളരെ കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ ഇതിൽ ലഭിക്കും, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പേ കൊടുത്തിട്ടുള്ളൂ. 200 മെഗാപിക്സലിന്റെ 1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 2 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 12 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ടെലിഫോട്ടോ ലെൻസ് മിസ്സിംഗ് ആണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സാംസങ് S25+ൽ 200 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇല്ലെങ്കിലും ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു കോംപ്രമൈസ് വരുത്തിയിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 3900 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറവാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള S25+ൽ 4900 mAh ബാറ്ററി ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സാംസങ് S25+ൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോൺ എന്തിനാണ് എന്ന് വെച്ചാൽ, ഈ ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചറായിട്ട് വരുന്നത് ഇതിന്റെ വെയിറ്റും തിക്നെസ്സും ആണ്. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് 163 ഗ്രാം മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ തിക്നെസ് 5.8 mm മാത്രമേ വരുന്നുള്ളൂ. വളരെ തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണുമാണ്. അപ്പം നിങ്ങൾ തിന്നായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. എന്തായാലും വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന്റെ 12 GB റാം 256 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 1,09,999 രൂപയാണ്. 12 GB റാം 512 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 1,21,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷേ S25+ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ അത്ര ബെറ്റർ ആണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം S25+ൽ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസ് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സും ആണ് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചില എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിലും S25+ന് കമ്പാരിറ്റീവ്ലി വില കുറവാണ്. ഇപ്പം ഒറിജിനൽ വില തന്നെ വരുന്നത് 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. അപ്പം വില കുറവാണെന്നുണ്ടെങ്കിലും ആ ഒരു S25+ൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിന്റെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് വെയിറ്റും തിക്നെസ്സും കുറവാണ്.
അപ്പം ഈ ഒരു കോംപ്രമൈസുകളൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് വെയിറ്റും തിക്നെസ്സും മാത്രം കുറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ S25+ എടുക്കുക, അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അല്ല, ഈവൻ S25 കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷനൊക്കെ തന്നെ ആയിരിക്കും. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൈസ കൂട്ടിയിട്ട് S25 അൾട്രയും എടുക്കുക. അപ്പം വെയിറ്റും തിക്നെസ്സും കുറഞ്ഞൊരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോണിലോട്ട് പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഫീച്ചേഴ്സാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ S25+ അല്ലെങ്കിൽ S25 അൾട്രയോ നോക്കാവുന്നതാണ്. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.